ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവതം ഏകാദശ സ്കന്ധ അഥ സപ്തമോധ്യായ. ശ്ലോകം 56. യം യം വാഞ്ഛതി സാ രാജം സ്തർപ്പയന്ത്യനുകമ്പിത തം തം സമനയത് കാമം കൃഷ്ണേനാപ്യജിതേന്ദ്രിയഃ. യം യം വാഞ്ഛതി സാ രാജം സ്തർപ്പയന്ത്യനുകമ്പിത തം തം സമനയത് കാമം കൃഷ്ണേനാപ്യജിതേന്ദ്രിയഃ. രാജൻ തർപ്പയന്തി സാ അനുകമ്പിത യം യം കാമം വാഞ്ഛതി തം തം കാമം അജിതേന്ദ്രിയഃ കൃഷ്ണേണ അഭി സമനയത്. രാജൻ, അല്ലയോ യദു മഹാരാജാവേ, ഇവിടെ അവധൂതൻ പറയുകയാണ്, ഈ കബോധം എപ്രകാരമാണ് തൻ്റെ ജീവിതം സന്തോഷമായി കൊണ്ടുപോകുന്നത് എന്ന് പറയുകയാണ്. തർപ്പയന്തി, തനിക്ക് തൃപ്തിയെ ചെയ്യുന്ന സാ, ആ പെൺപ്രാവ്, തനിക്ക് സന്തോഷത്തെ നൽകുന്ന ആ പെൺപ്രാവ് എന്താഗ്രഹിക്കുന്നു അതെല്ലാം നടത്തി കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ യദു മഹാരാജാവിനോട് പറയുകയാണ്, ഈ ഭാര്യ പുത്ര ലാളനാദി കാര്യങ്ങൾ അങ്ങയോട് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. കാരണം അങ്ങും ഗൃഹസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ആ ഇന്ദ്രിയങ്ങളെ ജയിക്കാത്ത മനുഷ്യരും പക്ഷാദി മൃഗങ്ങളെല്ലാം തന്നെ ഒരുപോലെയാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയാൻ പോവുകയാണ്. അപ്പോൾ തർപ്പയന്തി, തനിക്ക് തൃപ്തി ചെയ്യുന്ന സാ, ആ പെൺപ്രാവ്, അനുകമ്പിത, ദയയ്ക്ക് പാത്രീഭൂതയായി, യം യം കാമം വാഞ്ഛതി, ഏതേത് ആഗ്രഹങ്ങളെ ആഗ്രഹിക്കുന്നുവോ. അപ്പോൾ പെൺപ്രാവ് എന്തെല്ലാമോ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ തം തം കാമം, അതാത് ആഗ്രഹങ്ങളെ, അജിതേന്ദ്രിയ, ജിതേന്ദ്രിയനല്ലാത്ത ആ ആൺപ്രാവ്, അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആ ആൺപ്രാവ്. അപ്പോൾ പെൺപ്രാവിൻ്റെ മുഖം നോക്കുമ്പോൾ തനിക്കുണ്ടാകുന്ന ആ സന്തോഷം കൊണ്ട് തൻ്റെ ഇന്ദ്രിയങ്ങളെ, 10 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആ ആൺപ്രാവിന്. അതുകൊണ്ട് തന്നെ അവൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ കൃഷ്ണേണ അഭി, വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കൂടിയും, സമനയത്, അത് പൂർത്തീകരിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ ആ ആൺപ്രാവ് നിരന്തരം ആ പെൺപ്രാവിൻ്റെ ആഗ്രഹങ്ങളെ ചോദിക്കുകയും, ആഗ്രഹങ്ങളൊന്നും തന്നെ പറഞ്ഞില്ലെങ്കിലും അവളെ ലാളിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും, അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൾക്ക് വേണ്ടി അത് സാധിച്ചു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവർ എപ്രകാരമാണ് പെരുമാറുന്നത്, അത് മനുഷ്യനാണെങ്കിലും പക്ഷി മൃഗാദികളാണെങ്കിലും ഒരുപോലെ തന്നെയാണ് എന്ന് പറയുന്നു. യം യം വാഞ്ഛതി സാ രാജം സ്തർപ്പയന്ത്യനുകമ്പിതാം തം തം സമനയത് കാമം കൃഷ്ണേണാപ്യജിതേന്ദ്രിയഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.